എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 71 ശ്ലോകം 8 മുതൽ 15 വരെ 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഉദ്ധവൻ പറഞ്ഞു, ഭീമസേനൻ ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് ജരാസന്ധന്റെ അടുത്ത് നിന്നിട്ട് പറയണം, നമുക്ക് ദ്വന്ദ്വയുദ്ധം ചെയ്യാം എന്ന് പറയുമ്പോൾ അങ്ങനെ ജരാസന്ധൻ സമ്മതിക്കും. ഭീമൻ തുല്യബലനാണല്ലോ. അപ്പൊ എങ്ങനെയാ ഭീമൻ ജയിക്കുക? അതില് രണ്ടുപേരും തുല്യബലരാണെങ്കിൽ ഭീമൻ എങ്ങനെയാ ജരാസന്ധനെ വധിക്കാൻ പറ്റും? അപ്പൊ ഉദ്ധവൻ പറയണ അത് അവിടുത്തെ സാന്നിധ്യം കൊണ്ട് തന്നെ ഭഗവാനോട് പറയണം, അവിടുത്തെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഭീമസേനന് ജരാസന്ധനെ വധിക്കാൻ സാധിക്കും, സംശയമില്ല എന്ന് പറഞ്ഞു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 8. നിമിത്തം പരമേശസ്യ വിശ്വസർഗനിരോധയോ ഹിരണ്യഗർഭ സർവശ്ച കാലസ്യാരൂപിണസ്തവ. ഞാൻ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഭീമന്റെ അടുത്ത് നിൽക്കണു, അപ്പൊ എന്നെ കൊണ്ട് എന്താ സഹായം ഭീമന് എന്ന് അവിടുന്ന് വിചാരിക്കണ്ട. ഉദ്ധവൻ പറയാ, ലോകത്തെ സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും രക്ഷിക്കുന്നതും വാസ്തവത്തില് അവിടുന്നല്ലേ. എങ്കിലും സൃഷ്ടി ബ്രഹ്മാവിന്റെയും സംഹാരം ശിവന്റെയും പ്രവൃത്തിയാണ് എന്ന് ജനം ധരിക്കണം. അങ്ങയാൽ ചെയ്യപ്പെടുന്ന സൃഷ്ടിക്കും സംഹാരത്തിനും ബ്രഹ്മാവും ശിവനും നിമിത്തമാത്രമായിരിക്കുന്നതല്ലാതെ വാസ്തവത്തിൽ കർത്തൃത്വം അവർക്ക് രണ്ടുപേർക്കും ഇല്ല. അതുപോലെ ഭീമൻ കൊല്ലുന്നവൻ എന്ന് പേര് മാത്രമല്ലാതെ ഭീമനാണ് വധിച്ചത് എന്നെല്ലാവരും പറയും. വാസ്തവത്തില് ജരാസന്ധനെ ഹനിക്കുന്നത് അവിടുന്ന് തന്നെയാണ് ഉദ്ധവൻ പറയുന്നത്. ഗായന്തി തേ വിശദകർമ്മഗൃഹേഷു ദേവ്യോ രാജ്ഞാം സ്വശത്രുവധമാത്മവിമോക്ഷണം ച ഗോപ്യശ്ച കുഞ്ചരപതേർജനകാത്മജായ പിത്രോശ്ച ലബ്ധശരണ മുനയോ വയം ച. ജരാസന്ധൻ ബന്ധിച്ചിരിക്കുന്ന രാജാക്കന്മാരുടെ ഭാര്യമാര് അവരുടെ കൊട്ടാരങ്ങളിലെ കുട്ടികൾ കരയുമ്പോ അവരെ എങ്ങനെ പാട്ടുപാടി ഉറക്കും. കുട്ടികളോട് പറയണ ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റിയുള്ള പാട്ടുകൾ പാടിയിട്ടാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ പാട്ടുകളാക്കിയിട്ട് അവര് ഗാനങ്ങളാക്കിയിട്ടാണ്, ആ ഗാനങ്ങളെ കൊണ്ടാണ് ആ കുട്ടികളെ അവര് ഉറക്കണത്. ഉണ്ണി കരയണ്ട കേട്ടോ, ശ്രീകൃഷ്ണ ഭഗവാൻ നിന്റെ പിതാവിനെ ബന്ധിച്ചിരിക്കുന്ന ആ ജരാസന്ധനെ വേഗം ഹനിച്ച് ബന്ധനത്തിൽ നിന്ന് വിടർത്തി അയക്കും. അദ്ദേഹം ശംഖചൂടനെ വധിച്ച് ഗോപികളെ രക്ഷിച്ചില്ലേ? കാലില് മുതലയാൽ കടിക്കപ്പെട്ട ആനയെ രക്ഷിച്ചില്ലേ? സീതയെ കട്ടുകൊണ്ടുപോയ രാവണനെ കൊന്ന് ആ ദേവിയെ രക്ഷിച്ചില്ലേ? അതുപോലെ നിന്റെ പിതാവിന്റെ ശത്രുവിനെ സംഹരിച്ച് പിതാവിനെയും രക്ഷിക്കും എന്ന അർത്ഥത്തോടു കൂടിയ പാട്ടുകൾ പാടിക്കൊണ്ടാണ് ആ രാജാക്കന്മാരുടെ ഭാര്യമാര് കുട്ടികളെ ഉറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ മുഖത്തുള്ള ആ പുഞ്ചിരി കണ്ടുകൊണ്ട് ആനന്ദിച്ചുകൊണ്ടാണ് ആ ഭാര്യമാര് അവരെ പാടി ഉറക്കിയിരുന്നത്. നിന്തിരുവഴിയുടെ പാദകമലത്തെ ശരണം പ്രാപിച്ച മുനികളും ഞങ്ങളും അങ്ങയെ സ്തുതിക്കുന്നത് പോലെ ആ രാജസ്ത്രീകളും അവിടുത്തെ വീര്യപ്രഭാവത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഈ ഉപായത്താൽ ജരാസന്ധനെ വേഗം ഹനിച്ച് അവരെ എല്ലാം രക്ഷിക്കണം. ജരാസന്ധവധ കൃഷ്ണ ഭൂര്യർത്ഥായോപകൽപ്പത്തെ പ്രായപാക വിപാകേന തവചാഭിമതക്രതു. ഹേ കൃഷ്ണ, ജരാസന്ധനെ വേഗത്തിൽ കൊല്ലണതുകൊണ്ട് ഭക്തദ്രോഹി വിനശ്യതി, ഭക്തനെ ദ്രോഹിക്കുന്നവൻ നശിക്കും. നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ നശിക്കില്ല എന്നുള്ള നിന്തിരുവടിയുടെ പ്രതിജ്ഞകള് കൃത്യമായി ഭവിക്കുകയും ചെയ്യും. ശരണം പ്രാപിച്ച രാജാക്കന്മാരുടെ ബന്ധമോചനം വരുത്തി അവരെ രക്ഷിച്ചതായിട്ട് അനുഭവത്തിൽ വരും. രാജസൂയം നടത്തി കൊടുക്കാനും സാധിക്കും. അതുകൊണ്ട് നിന്തിരുവടിക്ക് സൽകീർത്തി മാത്രം ലഭിക്കും. പൂർവവൈരിയായ ജരാസന്ധന്റെ നേരെ ചെയ്യേണ്ട ആ പ്രതികാരവും ചെയ്തു കഴിയും. ഭൂഭാരം നശിപ്പിക്കുന്നതായ അവതാര പ്രയോജനവും സിദ്ധിക്കും.
അങ്ങനെ എല്ലാം കൂടി ഒറ്റയടിക്ക് സാധിക്കുന്നു പറയാണ് ഉദ്ധവൻ. ഇങ്ങനെ അനേക കാര്യങ്ങൾ സാധിച്ചതായിട്ട് വരും. ദുഷ്ടന്മാരായ ജരാസന്ധാദികളുടെ പാപകർമ്മങ്ങളുടെ പരിഭാഗവും ശിഷ്ടന്മാരായ മറ്റു രാജാക്കന്മാരുടെ പുണ്യകർമ്മ പരിഭാഗവും നിമിത്തമാണ് ഈ രാജസൂയം ഇപ്പോ നടത്തണമെന്ന് ധർമ്മപുത്രർക്ക് തോന്നിയത്. അതുകൊണ്ട് ആ യാഗത്തെക്കുറിച്ചുള്ള സന്തോഷം സൂചിപ്പിക്കാനായിട്ട് ആദ്യമായിട്ട് രാജസൂയത്തിന് തന്നെ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അവൻ പറഞ്ഞു നിർത്തി. അപ്പൊ ശ്രീശുക ഉവാച ഇത്യുദ്ധവവചോ രാജൻ സർവതോ ഭദ്രമച്യുതം ദേവർഷിർ യദുവൃദ്ധാശ്ച കൃഷ്ണശ്ച പ്രത്യപൂജയൻ. ശ്രീശുക ബ്രഹ്മർഷി പറയാണ്, ഉദ്ധവന്റെ വാക്ക് എല്ലാം കൊണ്ടും ശുഭത്തെ ഉണ്ടാക്കി തീർക്കുന്നതും രാജനീതിയിൽ നിന്ന് ലേശവും ഭേദിക്കാത്തതും ആയിരുന്നതുകൊണ്ട് ശ്രീനാരദ മഹർഷിയും യദുശ്രേഷ്ഠന്മാരും ശ്രീകൃഷ്ണ ഭഗവാനും ബലെ ബലെ പറഞ്ഞിട്ട് ഉദ്ധവനെ ശ്ലാഘിച്ചു. അങ്ങനെ തന്നെ വേണം എന്ന് സകലരും സമ്മതിച്ചു. യദുവൃദ്ധന്മാരെന്നുള്ള ആ പദപ്രയോഗം കൊണ്ട് യുദ്ധത്തിന്റെ ഭയങ്കരമായ ഫലത്തെ ആലോചിക്കാൻ ശക്തിയില്ലാത്ത ചില ചെറുപ്പക്കാരായ യദുക്കൾക്ക് ഈ അഭിപ്രായം അത്ര രസിച്ചില്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ധവനെ പോലെയുള്ള രാജനീതി മർമ്മജ്ഞനായ മന്ത്രി രാജാവിനുണ്ടായിരുന്നതുകൊണ്ട് സാധു ജനദ്രോഹജമായ യുദ്ധം കൂടാതെ തന്നെ കാര്യം മിക്കതും നിർവഹിക്കാം എന്ന ഉപദേശവും ഭരണതലത്തിലുള്ളവരെ നിഷ്ക്രിയരാക്കാതെ പൊതുസമ്മതമായ തീരുമാനങ്ങൾ രൂപീകരിക്കാനുള്ള രീതിയും ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ മന്ത്രി മുഖേന ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അഥാദിശൽ പ്രയാണായ ഭഗവാൻ ദേവകീസുത ഭൃത്യാൻ ദാരുകജേത്രാദീൻ അനുജ്ഞാപ്യ ഗുരുൻ വിഭു. ഉടനെ ആ സർവകാര്യങ്ങളും വളരെ ലഘുവായിട്ട് സാധിക്കാൻ സമർത്ഥനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ദാരുകൻ, ജൈത്രൻ മുതലായ തന്റെ ഭൃത്യന്മാരോട് യാത്രയ്ക്ക് വേണ്ടുന്ന ഒരുക്കങ്ങളെല്ലാം ചെയ്യാനായിട്ട് കൽപ്പന കൊടുത്തു. മാതാപിതാക്കന്മാരായ ദേവകി വസുദേവന്മാരുടെ സമീപത്ത് ചെന്ന് വന്ദിച്ച് സമ്മതം വാങ്ങി. നിർഗമയ്യാവരോധാൻ സ്വാൻ സസുതാൻ സപരിച്ഛദാൻ സംഘർഷണമനുജ്ഞാപ്യ യദുരാജം ച ശത്രുഘ്നൻ. ഹേ ശത്രുക്കളെ വധിക്കുന്ന പരാക്രമത്തോടുകൂടിയ രാജാവേ, ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, ശ്രീകൃഷ്ണൻ പുത്രന്മാരെയും ഭാര്യമാരെയും വേണ്ടുന്ന സാധനങ്ങളോടുകൂടി ഒക്കെ പുറപ്പെട്ട ശേഷം ബലരാമനോടും ഉഗ്രസേന മഹാരാജാവിനോടും കൂടി യാത്ര പറഞ്ഞു. സൂതോപനീതം സ്വരഥമാരുഹൽ ഗരുഡധ്വജം. സൂതൻ തയ്യാറാക്കി കൊണ്ടുവന്നതും ഗരുഡന്റെ കൊടിയടയാളമുള്ളതുമായ തന്റെ തേരിൽ കയറി. തതോരഥദ്വിഡഭസാദിനായകൈ കരാളയാ പരിവൃതാത്മസേനയാ മൃദംഗഭേര്യാനകശംഖഗോമുഖൈ പ്രഘോഷഘോഷിത് കകുഭോ നിരാക്രമൽ. അനന്തരം തേർപ്പട, ആനപ്പട, കാലാൾപ്പട, കുതിരപ്പട എന്നീ സൈന്യങ്ങളും അവയുടെ നാഥന്മാരും ശ്രീകൃഷ്ണ ഭഗവാനെ ചുറ്റിക്കൊണ്ടും മൃദംഗം, ഭേരി, ആനകം, ശംഖം, ഗോമുഖം മുതലായ വാദ്യങ്ങളുടെ ഘോഷത്താൽ സകല ദിക്കുകളെയും ശബ്ദിപ്പിച്ചും കൊണ്ട് ഭഗവാൻ അങ്ങനെ പുറപ്പെട്ടു. ദുർഗാജികാഞ്ജന ശിബികാഭിരച്യുതം സഖാത്മജാ പതിമനുസുവ്രതായയോ വരാംബരാഭരണ വിലേപനസ്രജ സുസംവൃതാനിഭിരസി ചർമ്മപാണിഭി. ശ്രീകൃഷ്ണന്റെ ഭാര്യമാര് വിശേഷ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ച് അവരവരുടെ മക്കളോടുകൂടി മനുഷ്യര് വഹിച്ചുകൊണ്ട് നടക്കുന്ന ഡോലി, പല്ലക്ക്, മഞ്ചല് മുതലായ സ്വർണ്ണ നിർമ്മിതങ്ങളായ വാഹനങ്ങളിലിരുന്ന് ഭഗവാന്റെ പിന്നാലെ അങ്ങോട്ട് പുറപ്പെട്ടു. വാളും പരിചയം പിടിച്ചുള്ള അകമ്പടിക്കാര് അവരുടെ മുമ്പിലായിട്ടും നടന്നു. ഒരു ഗംഭീര വർണ്ണനയാണ്. എങ്ങനെയാണ് ആ ഘോഷയാത്രയുടെ വർണ്ണന. ആ ദ്വാരകേന്ന് അങ്ങനെ ഡൽഹി വരെയുള്ള ആ യാത്രയുടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള യാത്ര. നല്ല ഒരു വീഡിയോ ആണ് നമ്മുടെ ശ്രീ ശുകബ്രഹ്മർഷി അയച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.